ഹലോ, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണും. ഈ കുരുപ്പാണ് രാവിലെ എന്നെ ഏട്ടനെ വിളിച്ചെണ്ണിപ്പിക്കുന്നത്. ഇവൾ എണ്ണീറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കണ്ണിൽ കുത്തി കുത്തി നമ്മൾ കണ്ണ് തുറക്കുന്നവരെ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ തറയിലൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്ത് അവളെ സെറ്റാക്കി. ഏട്ടൻ അന്നേരത്തിന് കുളിക്കാൻ പോയി. ആദ്യം എനിക്ക് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചാലേ ഒരു സമാധാനം വരത്തുള്ളൂ. പിന്നത്തെ പരിപാടിയാണ് ബെഡ്ഷീറ്റ് വിരിച്ചിടൽ. പുള്ളിക്കാരി കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അന്നിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. സന്തോഷം പല്ലിയൊക്കെ അങ്ങ് ഇട്ടോ. പല്ലിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല്ലിയൊക്കെ ഒന്ന് ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കും. കാരണം അടുത്ത ചാൻസ് അവളുടെയാണ്. അവളുടെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി. ആദ്യമേ ഞാൻ അവിടെ ഒന്ന് തൂക്കും കേട്ടോ. കാരണം ഒരു മുരിങ്ങ നിപ്പുണ്ട്, അതിൻ്റെ ഇലയൊക്കെ രാത്രി പൊഴിഞ്ഞു വീഴും. തൂക്കാതിരുത്തിയാൽ ഈ പെണ്ണ് അതെല്ലാം പെറുക്കി വായിലിടും. അന്നേരമാണ് ഏട്ടൻ തൈറോയ്ഡ് ചെക്ക് ചെയ്യണമെന്ന് എപ്പോഴും ഏട്ടൻ എന്നോട് പറയും. പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ലോസ് ആയി പോവുക. ഇനി തൈറോയിഡിൻ്റെ ആണോ എന്നറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ DDRCയിലേക്ക് വിട്ടു. ബ്ലഡൊക്കെ കൊടുത്തു കേട്ടോ. എനിക്ക് ഈ സൂചി കുത്തുന്ന ബ്ലഡ് എടുക്കുന്നതൊന്നും പേടിയില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യവും മടിയുള്ള കാര്യമാണ് ഗുളിക കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് 2 കോഫി ഇട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അതും കഴിച്ചു. ആ കുരുപ്പ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അവൾ ആ ഉള്ളി ഇടുന്ന സാധനം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കല്ലേ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി എന്ന് വന്നാലും അവളത് പെറുക്കി കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കഞ്ഞി അടുപ്പിലിട്ടു. വന്നപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ചാളയും ഈ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അത് വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് അച്ഛൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോയതാണ്. ഡാൻസ് കളിച്ച് ഉറങ്ങി. ഈ പെണ്ണ് ഉറങ്ങണമെങ്കിലും ഇങ്ങനത്തെ DJ സോങ്സ് മാത്രം കേട്ടേ ഉറങ്ങത്തുള്ളൂ. താരാട്ട് പാട്ടൊന്നും കേട്ടാൽ ഈ പെണ്ണ് ഉറങ്ങത്തേ ഇല്ലേ. അത് കഴിഞ്ഞ് അച്ഛനും മോളും കിടന്നുറങ്ങി. ഉറങ്ങിയ ഗ്യാപ്പിൽ വന്ന് ഞാൻ മീനൊക്കെ പെട്ടെന്ന് വെട്ടി. ഈ ചാളയ്ക്കകത്ത് ഒത്തിരി നല്ല ഇതുണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു. പിന്നെ മീൻ കറി വെക്കാനുള്ള അരിഞ്ഞ് സെറ്റാക്കിയപ്പോഴത്തേന് കുരുപ്പ് എണ്ണീറ്റു. പിന്നെ എൻ്റെ ഒക്കത്ത് കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അന്നേരത്തിന് അവളെ വെച്ചുകൊണ്ട് ഞാൻ കടുകൊന്നും പൊട്ടിക്കത്തില്ല, ജസ്റ്റ് എണ്ണയൊക്കെ ഒഴിക്കും. ചൂടാകുമ്പോഴത്തേനും അവൾ ഓക്കെ ആയി. അവൾ നിലത്തിരുന്നു കേട്ടോ. പിന്നെ കുരുപ്പിനെ കണ്ടില്ല. പിന്നെ നോക്കിയപ്പോഴാണ് സ്ലാവിൻ്റെ അടിയിൽ കയറി ഇരിക്കുന്നത് കണ്ടു. മീൻ തിളച്ചുകൊണ്ടിരിക്കുന്നു. മീൻ വറുത്ത് സെറ്റാക്കി വെച്ചു. അന്നേരത്തിന് 12 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഏട്ടൻ അങ്ങ് പോയി. അച്ഛൻ പോയതിൻ്റെ സങ്കടമാണ് മോൾക്ക്. പിന്നെ വന്ന് മീൻകറിയൊക്കെ സെറ്റായി. അന്നേരത്തിന് അവിടെ ഫുള്ള് ഈ പെണ്ണ് അവിടെ കയറി അരിയൊക്കെ നിലത്ത് വാരിയിട്ടായിരുന്നു. പിന്നെ അതൊക്കെ തൂത്ത് വൃത്തിയാക്കി ഞാൻ തുടച്ചു. അന്നേരത്തേനൊരു 12:30 കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. സമയം ഞാൻ ഓർക്കുന്നില്ല. തുടച്ച് വന്നപ്പോഴത്തേന് അവളുടെ അടുത്തെത്തി. പിന്നെ അവളെ ഒക്കത്ത് വെച്ചുകൊണ്ട് തുടച്ചു. ഇപ്പം എനിക്ക് പ്രാക്ടീസായി കേട്ടോ. ആദ്യമേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവളെ വെച്ചുകൊണ്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ അവളെൻ്റെ ഒക്കത്തിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യും. അവൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ ഒക്കത്ത് വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേന് അവളെ നിലത്തിരുത്തി കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിക്ക് കഴുകിയിട്ടു. അവൾ എപ്പോഴും എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. പിന്നെ അവളെ ഞാൻ കുറച്ച് നേരം കൊണ്ട് റൂമിലിരുത്തി. അവളുടെ ബേബി ആ കിടക്കുന്നത്. അവളുടെ ബേബി എന്തെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അവൾ കണ്ടുപിടിച്ച് തരും കേട്ടോ. അങ്ങനെ ബേബിയും മോളും കൂടെ കളിച്ചു. ഗുഡ് ഗേളാ കേട്ടോ. ബേബി പൊന്നുകൂടെ കളിച്ചാണേ. അമ്മ ഇപ്പൊ വരാമേ കേട്ടോ. അവരവിടെ ഇരുന്ന് കളിക്കുമ്പോഴത്തേനും ഞാൻ പെരയ്ക്കകമൊക്കെ ഒന്ന് തൂത്തിടാന്ന് വെച്ചാൽ അവൾ എപ്പോഴാണ് കരയുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇരുന്നങ്ങ് കളിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. അന്നേരത്തിന് കരയില്ലേന്ന് ഞാൻ നോക്കിയപ്പോഴത്തേന് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അന്നേരത്തിന് ഞാൻ പെട്ടെന്ന് പോയി പെരയ്ക്കകമൊക്കെ ഒന്ന് തൂത്തെടുത്തു. അന്നേരത്തിന് അവൾ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ എടുത്തോണ്ട് വന്ന് കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ കളിച്ച്. അവളിങ്ങനെ മൂക്കിലും കണ്ണിലും ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ആ വഴി എൻ്റെ മൂക്കിനോട്ട് ഒറ്റയൊരു ഇടി, നല്ല വേദന എടുത്തായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വന്ന് ആ മൂക്കുത്തിയുടെ ആണി മൂക്കിൽ കൊണ്ടതാന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവളുടെ നഖം വെട്ടിക്കൊടുത്തു കേട്ടോ. അനങ്ങാതെയൊക്കെ ഇരുന്ന് വരും നഖമൊക്കെ വെട്ടാൻ വേണ്ടി. പിന്നെ അവളെയും കൊണ്ട് ഞാൻ സിറ്റൗട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് അവൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറുക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ആ ചട്ടി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കിടന്നുറങ്ങി കേട്ടോ. അന്നേരമാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. പെട്ടെന്ന് കഴിച്ചു. ക്യാബേജ് തോരനും സലാഡും കൂടെ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും കഴിച്ചു. പിന്നെ അവൾ എണീക്കുന്നതിൻ്റെ ഇപ്പുറം പെട്ടെന്ന് ഞാൻ തുണിയൊക്കെ കഴുകി. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തുണി കഴുകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു 2-3 ദിവസത്തെ പാമ്പർ പൊട്ടിച്ച് കളയാനുണ്ടായിരുന്നു. അത് പൊട്ടിച്ച് ജെല്ലൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ കത്തിച്ചു. പിന്നെ അവൾ എണീക്കുന്നതിന് ഇപ്പുറം ഞാൻ പോയി കുളിച്ചിട്ട് ഞാൻ ഓർത്ത് തുണി വിരിക്കാമെന്ന്.
അങ്ങനെ കുളിച്ചിറങ്ങി തുണിയൊക്കെ വിരിച്ചു. നമ്മുടെ മുകളിലെ സ്റ്റെയർ റൂമിലാണ് തുണി വിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇപ്പോഴത്തെ എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് റംബൂട്ടാൻ പഴുത്തോ എന്ന്. നമ്മുടെ അങ്ങോട്ടൊന്നും, എൻ്റെ വീട് ഇടുക്കിയിലാണ്, അങ്ങോട്ടൊന്നും ഇത് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ആകാംക്ഷപൂർവ്വം എന്നും വന്ന് നോക്കും എന്തെങ്കിലും പഴുത്തോ എന്ന്. ഇച്ചിരി ഒരു മഞ്ഞ കളർ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് പൊട്ടിച്ചെടുക്കും കേട്ടോ. ഇന്ന് 2 എണ്ണം എന്തായാലും കിട്ടി. ബാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, അതൊന്നും പഴുത്ത് തുടങ്ങിയില്ല, പച്ചയ്ക്ക് തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി വിളക്ക് തേക്കാനുണ്ടായിരുന്നു. വിളക്കൊക്കെ തേച്ച് പിന്നെ ബാക്കി വർക്ക് ഏരിയ മാത്രമേ രാവിലെ തുടച്ചുള്ളൂ. പിന്നെ സിറ്റൗട്ടും ഹാളും ഒക്കെ തുടച്ചു. കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചപ്പോഴത്തേന് അവൾ എണ്ണീറ്റു. അതങ്ങനെയാണ്, എൻ്റെ പണി എപ്പം തീർന്ന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെക്കുമ്പോഴത്തേനും അവൾ ഉറക്കമാണെങ്കിൽ അവൾ എണ്ണീറ്റ് വരും. പിന്നെ ഞാൻ ഒന്ന് മുടിയൊക്കെ ചേകി കെട്ടി വെച്ചിട്ട് അവളെ എടുത്തു. അവൾക്ക് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കൊടുത്തില്ലായിരുന്നു. പിന്നെ ചോറും ഇച്ചിരി മീനും കൂടെ ആട്ടോ കൊടുക്കുന്നത്. കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ, കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പത്തേന് ഒരു ഗ്ലാസ് കോഫിയും ഒരു ബിസ്ക്കറ്റും കഴിച്ചു. പിന്നെ വെളിയിൽ അവൾക്ക് നടക്കാൻ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴി. അങ്ങനെ അതുവഴിയൊക്കെ ഞങ്ങൾ കുറച്ച് നടന്നു. നടക്കാൻ ഇറങ്ങിയ സന്തോഷമാണ് അവൾ കാണിക്കുന്നത്. നടന്നു കഴിഞ്ഞപ്പോഴത്തേന് നാത്തൂൻ വന്നായിരുന്നു. പിന്നെ നാത്തൂനും അവളും കൂടിയായി കളി. ചേച്ചി വന്നപ്പോഴത്തേന് പഴംപൊരിയും പരിപ്പോടയും കൊണ്ടുവന്നായിരുന്നു. പരിപ്പോട എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ 3 കൂടെ നടന്നു. അത് കഴിഞ്ഞ് 6:30 കഴിഞ്ഞപ്പോഴത്തേന് വിളക്ക് വെച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഈ പൂജാ റൂമിൽ കയറുന്ന. അവളിതൊക്കെ നോക്കും, എനിക്ക് തോന്നുന്നു ആ വെട്ടം കണ്ടിട്ടായിരിക്കുമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നാത്തൂൻ്റെ മോളും അവളും കൂടെ കുറേ നേരം കളിച്ചു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവർ പോയി. പിന്നെ ഞാൻ അവൾ തന്നെ ഉള്ളായിരുന്നു. കുറേ നേരം അവളുടെ ബേബിയും കൊണ്ട് കളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് ഈ തലകുത്തി നിൽക്കൽ. എനിക്കത് കാണുമ്പോൾ പേടി, എപ്പോഴും ഇങ്ങനെ നിൽക്കും. അങ്ങനെ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10:30 ആയപ്പോഴത്തേന് അവൾ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ പണിയായുധങ്ങളാണ് ഈ കിടക്കുന്നത്. അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ച്. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു മുകളിലത്തെ പെയിൻറ്റ് ഇളകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും തൂത്തില്ലെങ്കിൽ ആ പൊടിയെല്ലാം അവിടെ കിടക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തൂത്തിട്ട് വൈകിട്ടത്തേനുള്ളത് കഴിച്ചു. മീൻകറിയും സാലഡും മാത്രമേ എടുത്തുള്ളൂ. മീൻ വറുത്തതും തോരനും ഒന്നും ഞാൻ എടുത്തില്ല. പെട്ടെന്ന് വാരി കഴിച്ചു. അവൾ എണീക്കുമോ എന്ന് എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാരി കഴിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ വന്ന് കിടന്നു.